ഹായ് ഗൈസ്, ത്രീ ഫാമിലിയിലേക്ക് സ്വാഗതം. തിരുവോണ ദിവസം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 2 ഇടാനായിട്ട് കുറച്ചൊന്ന് വൈകിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീടിൻ്റെ അടുത്തായിട്ട് ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് എല്ലാവരും കൂടെ കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി, മക്കളെയൊക്കെ റെഡിയാക്കി ഞങ്ങളെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഫുഡ് കൊടുത്തതിന് ശേഷം മക്കളെ ഒന്ന് കുളിപ്പിച്ച് കുറച്ച് നേരം അവരെ ഒന്ന് ഉറക്കിയായിരുന്നു. കാരണം ഉച്ചയ്ക്കൊന്ന് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ആകെ അവർക്ക് വാശിയൊക്കെ ആവും. അപ്പം അതുകൊണ്ട് അവർ ഒരു 1.5 മണിക്കൂർ ഒന്ന് ഉറക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റിസോർട്ട്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിസോർട്ടിലോട്ട് പോകുന്നൊരു വഴിയാണ്. ഇത് റോഡിൻ്റെ താഴെ കായലുമാണ്. അപ്പം ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു തുരുത്തൊക്കെ കാണാം. നമുക്ക് വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ആ കായലിൻ്റെ നടുക്കായിട്ടൊരു തുരുത്തുമൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ഉറങ്ങിക്കിടന്നിടത്ത് നിന്നും എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് അവരങ്ങോട്ട് അത്ര ആക്റ്റീവ് അല്ല. അങ്ങനെ ഇരിക്കുകയാണ് മൂന്നാളും. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. അപ്പോൾ അവിടെ നിന്ന് മുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഓണം ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും തിരക്കാണോ എന്ന് വിചാരിച്ചല്ല ഞങ്ങൾ പോയത്. പക്ഷേ അന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഊഞ്ഞാലാടുന്നത് കണ്ട് ലച്ചോട്ടൻ വന്ന് നിൽക്കുകയാണ്. ആ ഒറ്റയ്ക്ക് ആട്ടാൻ നോക്കിയപ്പോൾ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ആടുന്ന കണ്ടപ്പോൾ ഓടി വരികയാണ്. അമ്മയെ എന്നെ കൂടെ എന്നും പറഞ്ഞ ആൾ ഓടി വന്ന് നിൽക്കുകയാണ് എൻ്റെ അടുത്ത്. അങ്ങനെ പിന്നെ ആളെയും മടിയിൽ വെച്ച് കുറച്ച് നേരം ഞാൻ ഊഞ്ഞാലാടി. എനിക്ക് പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഊഞ്ഞാലാടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവളെയും വെച്ച് കുറച്ച് നേരം ഞാനും പിന്നീട് ചേച്ചിയും വന്നിരുന്നു. തുമ്പിമോളെയും വെച്ചിട്ട്, തുമ്പിമോൾക്കും ഒറ്റയ്ക്ക് ആടാനായിട്ട് അവൾക്കും പേടിയാണ്. അപ്പം അങ്ങനെ അവളെയും വെച്ച് കുറച്ച് നേരം ചേച്ചിയും ഇരുന്ന് ആടി. ഇങ്ങനെ ഞങ്ങളുടെ ഊഞ്ഞാലാട്ടം അവിടെ നടക്കുന്നു. കണ്ണമ്മോൻ അവിടെ എവിടേക്കോ ഉണ്ട്. അവനവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്തിരി പാടായിരുന്നു. കാരണം അവിടെ ഓരോരുത്തർ ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പം മക്കൾ അത് ശ്രദ്ധിക്കാതെ അതിൻ്റെ ഇടയിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ നോക്കുന്നു ഇത്തിരി പാടായിരുന്നു. കണ്ണമ്മോൻ ഇതിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ അവനെ അതിൽ കയറ്റി. റയാൻ എന്തൊരു കാര്യം ചെയ്താലും കണ്ണമ്മോൻ ഉടനെ അത് ചെയ്യണം. ഇങ്ങനെ റയാൻ്റെ പിന്നാലെ ഇങ്ങനെ ആൾ ഓടി നടക്കത്തതേ ഉള്ളൂ. മോനിഷ്ടമാണ് ഇങ്ങനെയൊക്കെ കയറാൻ. ലച്ചുവും തുമ്പീനെയും കയറ്റാൻ നോക്കിയിട്ട് മക്കൾ കയറിയില്ല, അവർക്ക് പേടിയാണ്. തുമ്പിമോള് പിന്നെയും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ കയറും. ലച്ചോട്ടിന് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും കയറത്തില്ല. അവൾ ആകെ ഇങ്ങനെ എന്തെങ്കിലും കളിച്ച് അവിടെയൊക്കെ ഓടി നടക്കത്തേ ഉള്ളായിരുന്നു. ഞങ്ങളൊന്ന് ഊഞ്ഞാലാടിയിട്ട് വന്നപ്പോഴേ കൂടെ ഉണ്ടായിരുന്നൊക്കെ കണ്ടില്ല. അങ്ങനെ അവരെ നോക്കി ഞങ്ങളൊന്ന് നടന്നെയാണ്. അങ്ങനെ പിന്നെ കായലകത്ത് കൊണ്ടുവന്ന് മക്കളെ മീനെയൊക്കെ കാണിച്ചു. അവിടെ ഇന്ന് കായലിലേക്ക് കല്ലൊക്കെ ഇടുമ്പോൾ ചെറിയ മീനുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. ഈ റിസോർട്ട് വീട്ടിൻ്റെ അടുത്താണെങ്കിലും മക്കളെ ഇതുവരെ അവിടെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവരെ ഇന്ന് കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് മക്കളാകെ ഹാപ്പി ആയിരുന്നു. പിന്നെ കായലിൻ്റെ അടുത്തോ അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവർ നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നെ ഇവിടെ നിർത്തിയേക്കുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം കായലിലേക്ക് ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ടായിരുന്നു മൂന്നാളും. കൂടുതലും കണ്ണമ്മോനാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അവന് ഞങ്ങൾക്ക് ആകെ പേടിയായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ആൾ കേട്ടു. അങ്ങനെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് കണ്ണമ്മോൻ. ഇടയ്ക്ക് മീമി മീമി എന്ന് പറയുന്നുണ്ട്. മീൻ വരുന്നതിനാണ് ആൾ മീമി മീമി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഈ കായലിൻ്റെ അടുത്ത് അധികം നേരം നിന്നാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് പിന്നീട് ഞങ്ങൾ പയ്യെ വരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി. കാരണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഓടി നടന്ന് കായലിലോട്ടൊക്കെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പയ്യെ വരെ പിടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി. പിന്നെ കുറച്ച് ചെറുപ്പക്കാരവിടെ കയാക്ക് തുടങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇത് മൺട്രോ ദുരത്ത് എസ് വളവിൽ വന്ന ആളുകളാണ്. അപ്പോൾ അവർ കയാക്ക് അവിടെ നിന്ന് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ അവർ അതെടുത്തുകൊണ്ട് അവിടെ ഇങ്ങനെ കായലിലെല്ലാം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. നല്ല ഭംഗിയില്ലേ ഈ സ്ഥലം കാണാനായിട്ട്. ഇവിടെ എപ്പോഴും ഒരു പ്രത്യേകതരം കാറ്റാണ്. എപ്പോഴും നല്ല കാറ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കായലിനകത്തൊക്കെ ചെന്നിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ നമുക്കവിടെ ചെന്നിട്ട് അത് പറ്റിയില്ല എന്നേ ഉള്ളൂ. ഈ പിള്ളേരുടെ പിന്നാലെ ഓടി ഓടി നമുക്കത് സാധിച്ചില്ല. മക്കളാവുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. 1-2 തവണ ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ചെല്ലുമ്പം ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലാടാനും. പിന്നെ ഈ കായലകത്ത് പോയി ഇങ്ങനെ കായലിലേക്ക് നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നൊക്കെ അങ്ങനെ പോയി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് പറ്റില്ല. ഓട്ടത്തോട് ഓട്ടം തന്നെ ആയിരുന്നു. പിന്നെ എല്ലാവരും ഉള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം. ഒത്തിരി ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വരും. അവരിങ്ങനെ പല വഴിക്ക് ഓടും. ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, മാനേജ് ചെയ്യാനായിട്ട് പറ്റി. മക്കളിങ്ങനെ പല വഴിക്ക് അവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. ഒരിടത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ അടുത്ത ഗേറ്റിൻ്റെ അടുത്ത് പോയി അവിടെ നോക്കി നിൽക്കുകയാണ്.
ഇവരെയും കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മൂന്നാളെ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു ഇവരുടെ. അധികം എടുക്കാൻ പറ്റില്ല, 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെയും റയാൻ കയറിയപ്പം അതിൻ്റെ പിന്നാലെ തന്നെ കണ്ണമ്മോൻ പോകുന്നുണ്ട്. റയാൻ എന്തിൽ കയറിയാലും അപ്പോഴേ കണ്ണമ്മോൻ അവിടെ പിന്നെ കയറണം. റയാൻ കയറിയതിൻ്റെ പിന്നാലെ അവനും പോകുന്നുണ്ട്. എനിക്കിതിൽ അവനിങ്ങനെ കയറുമ്പോൾ ഒരു പേടിയായിരുന്നു, താഴേക്ക് എങ്ങനെ ഊർന്ന് വീണ് പോകുമെന്ന്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിടിച്ച് മാറ്റാൻ ഞങ്ങൾ കുറേ പാടുപെട്ടു. 1-2 തവണ പിടിച്ച് കയറ്റി. പിന്നെ അതിന് ശേഷം പിന്നെ അവ അവിടെ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് പിടിച്ച് മാറ്റി. പിന്നെ ഇതൊക്കെ രസമായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കുക. ആദ്യമായിട്ടൊക്കെയാണ് കണ്ണമ്മ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ കയറുന്നത്. ഇതാണ് റയാൻ. ഇവൻ എവിടെ കയറുന്നോ അവിടെ കണ്ണമ്മോന് കയറിയിരിക്കണം. തുമ്പിമോളും ഒരു വട്ടം 1-2 വട്ടമേ തുമ്പിമോളും ഇങ്ങനെ കയറിയിരുന്നു. ലച്ചോട്ട് ഒട്ടും കയറിയിട്ടില്ല. ലച്ചോട്ട് ഒരു ഇതിലും കയറലാക്കാൻ എല്ലാത്തിനകത്തും പേടിയാണ്. അങ്ങനെ ഞാൻ കണ്ണമ്മോനെ പിടിച്ച് കയറ്റിയാണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇങ്ങനെ കയറാനായിട്ട്. അവൻ ഊർന്നു പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആളെ ഞാൻ കയറ്റി. മക്കളെയൊക്കെ പിന്നെ താഴെ നിന്ന് ചേട്ടൻ പിന്നെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവരൊക്കെ കയറുന്നുണ്ടപ്പോൾ എനിക്കും കാര്യം. പിന്നെ ഞാനും പയ്യെ ഒന്ന് അതിൽ കയറി. ഊഞ്ഞാൽ കണ്ടാൽ എനിക്ക് പ്രത്യേക ആവേശമാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഊഞ്ഞാലാടാൻ. അപ്പം കിട്ടിയ സമയത്തൊക്കെ ഞാൻ അവിടെയൊക്കെ ഊഞ്ഞാലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ലച്ചുമോളും തുമ്പിമോളും കൂടെ അങ്ങോട്ട് നടന്നു പോയാണ്. കണ്ണൻ മുന്നേ പോകുന്നുണ്ട്. അപ്പം അവൻ്റെ പിന്നാലെയായിട്ട് അവളുമാർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇവരെ അവിടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും ഉള്ളപ്പോഴേ കൊണ്ടുപോകാൻ പറ്റൂ. ഒരുപാട് ആളുകളുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് സന്ധ്യയായിരുന്നു. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തിൽ തിരിച്ച് ഓടി കയറുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. തിരികെ പോകുന്ന വഴിക്ക് ഗീവർഗീസ് പുണ്യാളൻ്റെ കുരിശടിയിൽ കറങ്ങുന്ന അത്തപ്പൂ ഉണ്ടായിരുന്നു ഈ വർഷം. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് കയറാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടെയും വണ്ടി നിർത്തി, അവിടെയും ഒന്ന് കയറി. അത്തപ്പൂ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ഒന്ന് കയറി കാണാമെന്ന് കരുതി. മക്കളെയൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങളും കയറി അത് കണ്ടു. ചെന്ന പാടെ കണ്ണമ്മോൻ അവിടെ കസേരയിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ പാർക്കിൽ ഒരുപാട് ഓടിക്കുഴഞ്ഞത് കൊണ്ടായിരിക്കും. ലച്ചൂട്ടനും തുമ്പിമോളും ഉണ്ട്. അവർക്കും എല്ലാവരെയൊക്കെ കൊണ്ട് എടുപ്പിച്ചേക്കാണ്. ഇങ്ങനെ അത്തപ്പൂ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. ഞങ്ങൾ ചെന്നപ്പോഴും ഒത്തിരി ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കണ്ടു. ഇതിനിടയിൽ കണ്ണമ്മോനും ലച്ചുവും തുമ്പിയും കൂടെ അവരും ഇതിൻ്റെ വട്ടത്തിൽ കിടന്ന് കറന്നുണ്ട്. 3 ആളും കൂടി ഇതിന് ചുറ്റും വട്ടത്തിൽ ഓടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അതിൽ നിന്ന് പൂവൊക്കെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ലച്ചുമോൾ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയാണിത്. അവിടെ റോഡിൽ വടംവലി മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇത്രയും ആളുകളെ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ബൈ.